ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മറിൻ ഡിസൈൻസ്. ഇന്ന് നമുക്ക് ഈ മോഡൽ ഒരു കിഡ്സ് അബായ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കഫ്താൻ മോഡലിൽ കുട്ടികളുടെ ഒരു അബായയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക്, നമ്മൾ ബോഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അതിന് ചേരുന്ന ഒരു കളറ് നമുക്ക് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം മെറ്റീരിയലിൻ്റെ തന്നെ ഒരു കളറും മെറ്റീരിയലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 60 ഇഞ്ച് വിടുത്തുള്ള തുണി വേണം കേട്ടോ. നമുക്ക് സ്ലീവ് ഷോൾഡർ ഭാഗത്ത് കട്ടിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ 60 ഇഞ്ച് വിടുത്തുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വേണം നമുക്ക്. അപ്പോൾ നമുക്കിതുപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെ തന്നെ മടക്കിയിടുക. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നീട് സ്ലീവ് എത്രയാണോ വേണ്ടത് ആ അളവ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് നമുക്ക് പ്രത്യേകിച്ച് തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. സ്ലീവിന് അറ്റത്തേക്ക് നമ്മൾ ഒരു പടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു തയ്യൽ തുമ്പോടെ കൂടി ആഡ് ചെയ്യുക. ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ അടിയിലും ഒരു പടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാകും. പടി 1 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ സീറ്റിൻ്റെ അവിടം വരെയുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിള്ളേരുടെ ഒക്കെ ആകുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് സീറ്റിൻ്റെ ഭാഗം വരെയുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി ആ പോയിന്റിൽ നിന്ന് താഴെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ അടിഭാഗം കാല് തട്ടാത്ത രീതിയിലുള്ളൊരു വിട്ട് കൊടുത്താൽ മതി. കുട്ടികളൊക്കെ ആകുമ്പം ഒരു 14 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. വലിയവരൊക്കെ ആകുമ്പം 16 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ വിട്ത്ത് കൂടുതലായിരിക്കുമല്ലോ, ഇത് കുട്ടികളാകുമ്പം വിട്ത്ത് കുറവ് മതി കൈക്ക്. അപ്പോൾ 60 ഇഞ്ച് മൊത്തം വീതി നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെ കാലിൻ്റെ താഴെ ഭാഗത്ത് 14 ഇഞ്ച് വിട്ത്ത് കൊടുത്ത് ചെരിച്ച് വരച്ച് കൊടുക്കുക. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് വേസ്റ്റിൻ്റെ അവിടം വരെയുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ പോയിന്റിൽ നിന്ന് താഴത്തെ അടിവട്ടം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്കൊന്ന് ചെരിച്ച് വരച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുക. താഴെ വിട്ട് കുറച്ച് വരച്ച് കൊടുക്കുക. മുകളിൽ സ്ലീവിൻ്റെ ലെങ്ത്തും ഷോൾഡറിൻ്റെ ലെങ്ത്തും കൂടെ കൂടിയുള്ളതും വരച്ച് കൊടുക്കുക. അതിന് ശേഷം അത് കട്ടിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഷോൾഡർ തയ്യലൊന്ന് വിടിയിച്ചെടുക്കാം. നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തു കഴിയുമ്പം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്പം പിള്ളേരാണെങ്കിലും കുറച്ച് വൈഡായിട്ടുള്ള നെക്ക് എടുക്കുക. നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നില്ല. അപ്പോൾ 2.5 ഇഞ്ച് വൈഡാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. 3.5 ഇഞ്ചും ലെങ്ത്തും ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഒരു 1-1.5 ഇഞ്ചൊക്കെ ഇറക്കം കൊടുത്താൽ മതി. ഈ നെക്ക് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്രോസായിട്ട് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് വേറെ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രില്ല് കൊടുക്കാനും പടി കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കളർ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിലാണ് അളവെടുത്തത്. അതുപോലെ ഇത് 60 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ പടിക്ക് വേണ്ടിയിട്ട് സൈഡിലും താഴെയും ഓരോ പടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2ആയിട്ട് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ പടി കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയിൽ. അപ്പോൾ നമുക്ക് സാധാരണ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നോട്ട് സ്ലീവിന് അറ്റം വരെയാണ് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നോർമൽ കേസിലാണെങ്കിൽ ലെങ്ത്തിൻ്റെ ഇരട്ടി അളവിനെടുക്കാം ഫ്രില്ല്. കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി വരെ എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 20 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് വരുന്നത്. കുട്ടികൾക്ക് അത്ര വരില്ല, 16-17 വരുള്ളൂ എത്രയാണോ. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഒന്നെങ്കിൽ 34 ഇഞ്ച് കിട്ടാൻ പാകത്തിന് ഒരു പ്രാവശ്യം ഫ്രില്ലിടാൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ 3 ഇരട്ടി എടുക്കാം. ഇപ്പോൾ 20 ഇഞ്ചാണെങ്കിൽ 60 ഇഞ്ച് വരെ ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ എത്രയാണ് അളവ് നമ്മുടെ തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഫ്രില്ലിന് മെറ്റീരിയൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രില്ല് എങ്ങനെയാണ് ഇടുന്നതെന്നും
എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അത് ക്രോസായിട്ട് തന്നെ വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ആക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പം ആ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി അടിച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ കർവ് വരുന്ന പോർഷൻസ് എല്ലാം ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ തയ്യലിൽ കൊള്ളാതെ വളവ് വരുന്ന എല്ലാ ഭാഗത്തുകൂടിയും കട്ടാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ നമ്മുടെ പീസ് നമ്മൾ ക്രോസ് വെച്ച പീസും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ക്രോസ് പീസ് ഒന്ന് പതിച്ച് സ്റ്റിച്ചാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇങ്ങനെ കട്ടാക്കി കൊടുത്ത പീസൊക്കെ എക്സ്ട്രാ കിടക്കുന്നുണ്ടാവും. നമുക്ക് ഈ പീസ് മടക്കി നെക്കിലേക്ക് അടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അധികമായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ഉള്ളിലുണ്ടാവും, തയ്യൽ തുമ്പിൻ്റെ മെറ്റീരിയൽ. അതിതുപോലെ കട്ടാക്കി കളയണം. അതിനുശേഷം നമുക്കിത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ആവുന്നതാണ്. അപ്പോൾ എത്രയും തയ്യൽ തുമ്പ് നമ്മൾ എത്രയും കുറയ്ക്കുന്നോ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ക്രോസ് നെക്ക് അടിക്കുമ്പോൾ ക്രോസ് പീസ് വെച്ച് അടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇതുപോലെ ഫിനിഷായിട്ട് തന്നെ എടുക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുത്താൽ നല്ല ഫിനിഷായിട്ട് തന്നെ നെക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ രീതിയിൽ തന്നെ ബാക്ക് നെക്കും അടിച്ചെടുക്കുക. ബാക്ക് നെക്കിൻ്റെ ക്രോസ് വെച്ച് കൊടുത്തിട്ട് പതിച്ചടിച്ച് അതിൻ്റെ എക്സ്ട്രാ വരുന്ന പീസെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രോസ് പീസ് വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ ഭാഗം തയ്യൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ കവർ ചെയ്യാതെ തയ്ച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ ആ തയ്യൽ തുമ്പ് കാണും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക് പീസ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് ബാക്കിൻ്റെ ക്രോസായിട്ട് വെച്ചടിച്ച പീസ് ഉണ്ടല്ലോ അത് ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ചാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൈയുടെ അറ്റം വരെ ഒപ്പം വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കയറ്റി ഇറക്കം വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒപ്പം വെച്ച് കൊടുത്ത് സ്റ്റിച്ചാക്കി കൊടുക്കുക. അതുപോലെ അതിന് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ വിടർത്തിയെടുക്കുക. 2 സൈഡും അതുപോലെ വിടർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഫ്രണ്ടിൽ പതിച്ചടിച്ച് കൊടുത്ത പോലെ തന്നെ പതിച്ച് സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്കിതുപോലെ ക്രോസ് പീസ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സ്ലീവിലേക്ക് വേണ്ടുന്ന പടിയും ഫ്രില്ലൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നെക്ക് പതിച്ചടിച്ചതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കയ്യിലേക്ക് വേണ്ടുന്ന ഫ്രില്ല് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് വീതിയിലുള്ള മെറ്റീരിയലാണ് എടുത്തിരുന്നത്. അതിൻ്റെ 2 സൈഡും ചെറുതായിട്ട് ഉരുട്ടി മടക്കി അടിച്ചെടുക്കണം. അപ്പം പല പീസുകളായിട്ടാണ് നമ്മൾ എടുത്തത്. അത് നമുക്ക് എല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്ത് എടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് വെച്ച് 2 പ്രാവശ്യം മടക്കി അടിച്ച് കൊടുത്ത് 2 സൈഡും അതുപോലെ തന്നെ അടിച്ച് എടുക്കണം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നെക്കിൻ്റെ പോർഷനിലേക്ക് വെക്കുമ്പം ഈ തുണിയുടെ അരികെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കണം. നെക്കിൻ്റെ സൈഡിൽ നമുക്ക് ആ മെറ്റീരിയൽ കവർ ചെയ്ത് പോകുന്നില്ല, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ സൈഡിന് ആദ്യം ഫ്രണ്ടിലെ പീസിൽ അല്ലെ ബാക്കിലെ പീസ് ഏതെങ്കിലും ഒരു പീസിൽ ഫ്രണ്ടിൽ അല്ലെ ബാക്കിലെ പീസിൽ സെൻറ്ററിലുള്ള തയ്യലിൽ കൂടെ അല്ല തയ്ക്കുന്നത്. ആ തയ്യലിൻ്റെ നോട് ചേർന്ന് അരയിഞ്ച് മാറ്റിയിട്ടിട്ടാണ് തയ്ക്കുന്നത്. നമുക്ക് 2 ഫ്രില്ല് ചേർത്ത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്ക് പീസിലും വരാൻ പാകത്തിനാണ് വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിലെ ജോയിനിങ്ങിൽ നിന്ന് താഴേക്കും മുകളിലേക്കും 1/2 ഇഞ്ച് വീതം ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ചാക്കി കൊടുക്കുന്നത്. അങ്ങനെ 2 ഫ്രില്ലും ചേർത്ത് വെച്ച് കൊടുത്ത് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കൈയുടെ അറ്റത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഫ്രില്ലുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രീ ആക്കി വയ്ക്കുക. നമുക്ക് അവിടെ ഇനി പടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 2 ഫ്രില്ലും ചേർത്ത് വെച്ച് കൊടുക്കുക. 2 സൈഡിലേക്കും ചേർത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ചാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന് പടി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 2.25 ഇഞ്ച് വീതിയിൽ പടി വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നീളം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അത് 2ആയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് വേണമെങ്കിൽ സ്റ്റിച്ചാക്കി കൊടുക്കാം. ഇനി അങ്ങനെ തെന്നി മാറി പോവില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യേണ്ട. അല്ലാത്തപ്പോൾ 1-2ആയിട്ട് മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. മടക്കി ഒന്ന് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അറ്റത്തുനിന്ന് താഴെ ഭാഗത്തു നിന്നാണെങ്കിൽ താഴേന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ പടി വെച്ച് കൊടുക്കുക. ഫ്രില്ല് വരുന്ന ഭാഗം എത്തുമ്പോൾ നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്തിട്ടാണല്ലോ ഇട്ടേക്കുന്നത്, അപ്പോൾ അത് പടിയുടെ ഉള്ളിൽ പോകാൻ പാകത്തിന് ഇതുപോലെ വിടർത്തി വെച്ച് കൊടുക്കുക. ഒരു ഫ്രില്ല് തയ്ച്ച് തീരുമ്പോഴത്തേക്കും തീരാൻ നിൽക്കരുത്, അതിന് മുമ്പ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രില്ലും ഇതുപോലെ വിടർത്തി വെച്ച് കൊടുക്കുക. വിടർത്തി വെച്ച് കൊടുത്ത് പടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും പടി കംപ്ലീറ്റ് ആക്കി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പടി ഫ്രണ്ടിലെ രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലും ബാക്കിലും താഴെ അടിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. ലോക്ക് ചെയ്ത് തയ്യൽ തുമ്പം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബ്ലാക്ക് പീസയിൽ തയ്യൽ കൊള്ളാൻ പാകത്തിന് ഒന്ന് പതിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് രീതിയിൽ അയൺ ചെയ്തൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനെല്ലാം ശേഷം താഴെ നമ്മൾ അതുപോലെ തന്നെ പടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തയ്യൽ തുമ്പും മുകളിലേക്ക് വെച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അത്രയായി കഴിഞ്ഞാൽ നമുക്കിനി സൈഡ് കൂട്ടാനാണുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ഭാഗം ഒരുപോലെ വെച്ചതിന് ശേഷം കൈയുടെ ഭാഗത്ത് വരുമ്പം നമുക്ക് എത്ര ഇഞ്ചാണോ ഓപ്പണിങ് വേണ്ടത് ആ ഓപ്പണിങ് അടയാളപ്പെടുത്തി കൊടുത്ത് നമ്മുടെ ബ്ലാക്കിൽ നമ്മൾ പതിച്ചടിച്ചു കൊടുത്ത ഏരിയ ഉണ്ടല്ലോ ആ ഭാഗത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് ഒരു 6 ഇഞ്ചൊക്കെ ഗ്യാപ്പ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകളിലത്തെയും താഴത്തെയും തയ്യൽ തുമ്പുകളോ ഒപ്പം വെച്ച് നമ്മുടെ തയ്യൽ പുറമേ നോക്കുമ്പോൾ കാണാത്ത രീതിയിൽ താഴെ മുകളും ഒരുമിച്ച് വെച്ച് കൊടുത്ത് സ്റ്റിച്ചാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ആ തയ്യലെല്ലാം പൊക്കോളും, പുറമേ നോക്കുമ്പം തയ്യലൊന്നും കാണത്തില്ല. അങ്ങനെ രണ്ട് പീസും ജോയിൻ ചെയ്ത് താഴെ വരെ അടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അബായ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് കുട്ടികൾ ഇട്ട് കഴിയുമ്പം നമുക്ക് ഉപയോഗിക്കാനും ഈ ചൂട് കാലത്ത് ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ്. ഇപ്പോൾ സ്ലീവ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇത് താഴെ ഭാഗം. അപ്പോൾ ഇതൊന്നും നല്ല പെർഫെക്റ്റായിട്ടൊന്ന് അയൺ ചെയ്തോടെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി അബായാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ മോഡലുകളും വീഡിയോസും ഐഡിയാസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.